ഹായ് ഹലോ, ഇന്ന് ഞാൻ മീൻ കടയിൽ പോയപ്പോൾ ഒരു പുതിയ മീനെ ഞാനവിടെ കണ്ടു. അപ്പോൾ ഇത് ഒരു കായൽ മീനാണെന്നാണ് പറഞ്ഞത്. എൻ്റെ പേരെനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. കണ്ടു കഴിഞ്ഞാൽ നെത്തോലിയേക്കാൾ ഒരു സ്വല്പം വലിപ്പമുണ്ട്. ഇതിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വായുടെ ഭാഗത്തുനിന്ന് ഒരു കൊമ്പ് പോലെ നമുക്ക് കാണാൻ പറ്റും. ഇത് നല്ല കട്ടിയുള്ളൊരു കൊമ്പാണ് ഇത്. അപ്പോൾ അവർ പറഞ്ഞത് ഇത് പീര പറ്റിക്കാനും വറക്കാനും ഒക്കെ നല്ല മീനാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ കുറച്ച് വാങ്ങി. ഇതൊന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കണ്ടാൽ തന്നെ അറിയാം, നല്ല സിൽവർ കളറുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് പീര പറ്റിക്കണം. അതിനായിട്ട് ഞാൻ ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തു. നമ്മൾ ചുവന്നുള്ളിയും പഴുത്ത തക്കാളിയൊക്കെ പീര പറ്റിക്കാൻ എടുക്കാറുണ്ട്. അപ്പം ഇതിന് വേണ്ട അരപ്പും അമ്മ റെഡിയാക്കി വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് അടുപ്പിലേക്ക് ആക്കാം. കുടംപുളിയും കൂടെ ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അടച്ച് വേവിക്കാൻ വെക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ പീര പറ്റിക്കുന്നത് ഇപ്പോൾ ഏകദേശം റെഡി ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആ സമയത്ത് കുറച്ച് നമ്മൾ വറക്കാൻ വേണ്ടി അമ്മ ഇത് അരപ്പൊക്കെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളത് വറക്കാനുള്ളത് കൂടെ അടുപ്പിലാക്കി. അപ്പം ഇത് നല്ല ടേസ്റ്റാണ്. ഈ പീര പറ്റിച്ചതൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. ആ ഒരു കുടംപുളിയും നമ്മുടെ തക്കാളിയും ഒക്കെ ഇട്ട് നമ്മൾക്ക് നല്ല കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഞാൻ ഒരു അല്പം എടുത്ത് കഴിച്ചു നോക്കി. എൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി. അപ്പോൾ ഒരു ചുമന്നുള്ളിയൊക്കെ നമ്മൾ ചേർക്കാറുണ്ട്. അപ്പോൾ ചുമന്നുള്ളിയൊക്കെ ഇട്ട് പീര വറ്റിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യ ടേസ്റ്റാണ് അതിന്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻ പീര ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മൾ ആ വറക്കാൻ വെച്ച മീനും ഇപ്പോൾ റെഡിയായി. നമ്മുടെ മീൻ വറുത്തും നമ്മൾ കഴിഞ്ഞു. നന്നായിട്ട് അത് ചട്ടിയിലൊന്നും പിടിക്കത്തേ ഇല്ല. നല്ല രീതിയിൽ തന്നെയാണ്. നമുക്ക് നെത്തോലി ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു മീൻ വറുത്ത് നമുക്ക് കഴിക്കാൻ. അങ്ങനെ നമ്മളുടെ ഈ ഒരു മീനെ, ഇതിൻ്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാമെങ്കിലും ഇത് നമ്മൾ ഇന്ന് പീര പറ്റുകയും വറക്കുകയും ചെയ്തു. ഫസ്റ്റ് നമ്മൾ ആദ്യമായിട്ടാണ് ഇത് വാങ്ങിയത്. അങ്ങനെ നമുക്ക് ഇനി ഇത് കഴിക്കാനായിട്ട് ഞാൻ നല്ല കുത്തരി ചോറാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ പിന്നെ ഇന്നത്തെ അവിയലുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മീൻ പീര പറ്റിച്ചത്, അപ്പം അതേപോലെ നമ്മുടെ ആ ഒരു മീൻ വറുത്തതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല പുളിശ്ശേരി ഉണ്ടായിരുന്നു. അപ്പം ഇത്രയുമായിരുന്നു ഇന്ന് നമുക്ക് കഴിക്കാനുള്ള ആഹാരത്തിനകത്തെ സാധനങ്ങളെന്ന് പറയാൻ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.